മലപ്പുറത്തും പൊന്നാനിയിലും നേടിയ റെക്കോർഡ് ജയം മുസ്ലിം ലീഗിന് നൽകുന്നത് സമാനതകളില്ലാത്ത ആത്മവിശ്വാസമാണ്. സമസ്തയടക്കമുള്ള വിഷയങ്ങളിൽ ലീഗ് കൈക്കൊണ്ട നിലപാടിനുള്ള അംഗീകാരമാണ് ഈ വിജയങ്ങളെന്ന് വിലയിരുത്തുമ്പോൾ നേതൃത്വത്തിന് ഇതേ നിലപാടുമായി മുന്നോട്ട് പോകാനുള്ള ഊർജം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്നുണ്ട്. CV അനുമോദ് നൽകും വിവരങ്ങൾ. അനുമോദ്, ഈ അതിഗംഭീര വിജയം അവകാശപ്പെടാം മുസ്ലിം ലീഗിന്. ഭൂരിപക്ഷങ്ങൾ ഉയർന്നു പോകുന്ന സാഹചര്യം പൊന്നാനിയിലും മലപ്പുറത്തും. അപ്പോൾ ഇതുവരെയുള്ള നിലപാട് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ഒരു കാര്യങ്ങളിലേക്ക് ലീഗ് നേതൃത്വം എത്താൻ സാധ്യതയുണ്ട്. അതിനിടയിലായിരുന്നു ഒരുപാട് ചർച്ചകൾ, ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. LDF-ലേക്ക് ലീഗ് മാറുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അതിനൊക്കെ ഉത്തരം നൽകാൻ ഈ ജയത്തോടുകൂടി ലീഗിന് കഴിഞ്ഞു എന്ന് കരുതുന്നുണ്ടോ അവർ? ഗുഡ് മോർണിംഗ് എൽദോ. ഈ വിവാദങ്ങൾക്കെല്ലാം താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിരാമമിടാൻ ഈ റെക്കോർഡ് ഭൂരിപക്ഷങ്ങൾ കൊണ്ട് മുസ്ലിം ലീഗിന് സാധിച്ചു എന്ന് നമുക്ക് പ്രാഥമികമായിട്ട് വിലയിരുത്താം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്തിരുന്നത് മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും എന്നുള്ളതായിരുന്നു. മലപ്പുറത്തും പൊന്നാനിയിലും അട്ടിമറിയൊന്നും എവിടെയും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ വോട്ട് ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായി കഴിഞ്ഞാൽ അത് തന്നെ ലീഗിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം സമസ്തയുമായിട്ടുള്ള ഭിന്നത, അതുപോലെ തന്നെ ഇടതുമുന്നണിയിലേക്ക് പോകുമെന്നുള്ള പ്രചാരണം. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നേരിയ വിജയമാണെങ്കിൽ ലീഗിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവുന്ന സാഹചര്യമായിരുന്നു മലപ്പുറത്തും പൊന്നാനിയിലൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ സാഹചര്യങ്ങളെ അപ്പാടെ തുടച്ചു നീക്കുന്നതാണ് മലപ്പുറത്തും പൊന്നാനിയിലും നേടിയ ഉജ്ജ്വല വിജയമെന്ന് നിസ്സംശയം പറയാം. ഏറ്റവും അധികം അടിയൊഴുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് പൊന്നാനിയിലാണ്. ലീഗിലെ മുൻ നേതാവായിരുന്ന KS ഹംസ ലീഗുകാരുടെ വോട്ട് പിടിക്കും, സമസ്തയുടെ വോട്ട് പിടിക്കുമെന്നുള്ള പ്രചാരണങ്ങൾ ശക്തമാക്കിയിരുന്നു. ഒരു നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയം കിട്ടുമെന്ന് പോലും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പൊന്നാനിയിൽ നേടിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് സമദാനി. അതുകൊണ്ട് തന്നെ എന്നെങ്കിലും ലീഗിന്റെ നിലനിൽപ്പ് പ്രശ്നമാകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുമ്പോൾ ലീഗ് അണികളെല്ലാം ഒന്നിച്ച് ലീഗിന് ഒപ്പം നിൽക്കുന്നു എന്ന ആ ഒരു ആവർത്തനം, ചരിത്രത്തിലെ ആവർത്തനമാണ് മലപ്പുറത്തും പൊന്നാനിയിലും കണ്ടത്. ലീഗിന്റെ വോട്ട് എവിടെയും പോയില്ല എന്ന് മാത്രമല്ല, മുൻപ് കിട്ടാത്ത വോട്ടുകൾ പോലും ലീഗിന് കിട്ടുകയും ചെയ്തു എന്ന് വേണം മലപ്പുറത്തെയും പൊന്നാനിയിലും റെക്കോർഡ് ഭൂരിപക്ഷം അടിസ്ഥാനമാക്കി നമുക്ക് പറയാൻ. എല്ലാ മണ്ഡലങ്ങളിലും 7 മണ്ഡലങ്ങളിലും മികച്ച മുന്നേറ്റമാണ് ലീഗ് നടത്തിയിട്ടുള്ളത്. ഇത് ലീഗിനെ സംബന്ധിച്ച് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. ഏത് നിലപാടാണോ ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് അതിൽ തന്നെ തുടരുക. മറ്റാരുടെയും ഭീഷണിക്ക് വശംവദരാകേണ്ട സാഹചര്യമില്ല. മറ്റാരുടെയും അത്തരത്തിലുള്ള വെല്ലുവിളികൾ അത് ഇനി കേൾക്കേണ്ട കാര്യമില്ല. നിലവിൽ സ്വീകരിച്ച നിലപാട് ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. അണികൾ ലീഗിനൊപ്പമുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിന് നേരെ ഉയർന്നിരുന്ന ചോദ്യങ്ങൾ, വെല്ലുവിളികൾ അതൊക്കെ തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം. ലീഗിനെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം. എൽദോ, എന്താണെങ്കിലും അത് ലീഗിന് നൽകുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമസ്ത അടക്കമുള്ള വിഷയങ്ങളിൽ കൈക്കൊണ്ട നിലപാടുകൾക്കുള്ള അംഗീകാരമായതിനെ അവർ വിലയിരുത്തുകയും ചെയ്യുന്നു. CV അനുമോദാണ് മലപ്പുറത്ത് നിന്നും ചേർന്നത്. ഇനി ഈ ലീഗിന്റെ തിളക്കമേറിയ ജയം അത് UDF-ന്റെ തന്നെ മൊത്തം പ്രകടനത്തിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയത് ലീഗാണ്, ആ തിളക്കമാണ് എന്ന് പറയേണ്ടി വരും. ലീഗ് കോട്ടകൾ തകർന്നില്ല എന്ന് മാത്രമല്ല അവിടെ കാര്യം. റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ 2 പേരുടെയും ജയം. മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ CPM നടത്തിയ രാഷ്ട്രീയ നീക്കത്തിനുള്ള മറുപടി കൂടിയാണ് മുസ്ലിം ലീഗിന്റെ ജയം. മലപ്പുറത്തെയും പൊന്നാനിയിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. മലപ്പുറത്തും പൊന്നാനിയിലും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ET മുഹമ്മദ് ബഷീറും അബ്ദുൽ സമദ് സമദാനിയും വിജയിച്ചത്. ET മുഹമ്മദ് ബഷീറിന് 3 ലക്ഷത്തിലേറെ വോട്ടുകൾ ലഭിച്ചപ്പോൾ അബ്ദുൽ സമദ് സമദാനിക്ക് 2,30,50,000-ലധികം വോട്ടുകളാണ് ലഭിച്ചത്. ആ ഒരു കണക്കുകൾ തന്നെ ലീഗിനെ സംബന്ധിച്ച് നൽകുന്നത് സമാനതകളില്ലാത്ത ആത്മവിശ്വാസമാണ്. കാരണം മുൻപൊന്നുമില്ലാത്ത വിധം പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചാണ് ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എക്കാലവും ലീഗിന്റെ ശക്തിദുർഗമായി കണ്ടിരുന്ന സമസ്തയിലെ ഭിന്നത, അത് ലീഗിനെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് നേതാക്കൾക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആശങ്കയുണ്ടായിരുന്നു. പൊന്നാനിയിലായിരുന്നു അതിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇടതുപക്ഷം വെച്ചത്. ലീഗിൽ നിന്ന് വിട്ടുപോയ ലീഗ് വിമതനായ KS ഹംസയെ ലീഗിനെതിരെ മത്സരിച്ചപ്പോൾ അട്ടിമറിയാണ് പൊന്നാനിയിൽ ഇടതുപക്ഷം പ്രതീക്ഷിച്ചത്.
സമസ്തയിൽ നിന്നും വലിയ തോതുകൾ വോട്ടുകൾ ഇടതുപക്ഷത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ എല്ലാം ലീഗിന് അനുകൂലമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ഭവിച്ചത്. ഇതുതന്നെ ലീഗിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നു. കാരണം സമസ്തയുമായിട്ടുള്ള ഭിന്നത ലീഗിനെ സംബന്ധിച്ച് ഇനി തലവേദനയാകുന്നില്ല. സമസ്തയിലെ ചില പണ്ഡിതർ നടത്തുന്നത് സമസ്തയുടെ മുഴുവൻ അഭിപ്രായമല്ല. അത് ലീഗിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്നില്ല, വോട്ട് ബാങ്കിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലീഗിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫലം സമസ്തയുമായിട്ടുള്ള ഭിന്നതകൾക്ക് ഒരു മറുപടി കൂടിയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പാണക്കാട് വെച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും നടത്തിയ പ്രതികരണങ്ങൾ തന്നെ അവരുടെ ആത്മവിശ്വാസം വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇൻടാക്റ്റ് ആണ്. അതിന്റെ ലീഡർ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിന്റെ കീഴിൽ അതിന് യാതൊരുവിധ ചാലഞ്ചും ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. അത് ഇൻടാക്റ്റ് ആണ് എന്നാണ് ഈ വിജയം കാണിക്കുന്നത്. അവിടെ ജാതിമത വ്യത്യാസമില്ലാതെ ഒറ്റ കാര്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നോക്കുള്ളൂ. അത് സെക്കുലർ മത സൗഹാർദ്ദ ആറ്റിറ്റ്യൂഡാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈയൊരു പരീക്ഷണം വലിയ പരാജയമായി. കാരണം സമസ്തയിൽ നിന്നും ലഭിക്കും എന്ന് പ്രതീക്ഷിച്ച വോട്ടുകളൊന്നും തന്നെ ലഭിച്ചില്ല. പൊന്നാനിയിലാകട്ടെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ പോലും മുഴുവനായി ലഭിച്ചോ എന്ന് പറയാനുമാകുന്നില്ല. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ലീഗിനെ ഭിന്നിപ്പിച്ച് നേട്ടമുണ്ടാക്കാം എന്ന പ്രതീക്ഷ ഇടതുപക്ഷത്തിന് ഇനി വെച്ചു പുലർത്താനാകില്ല. ഈ സാഹചര്യത്തിൽ അതേ സാഹചര്യത്തിൽ തന്നെ ലീഗിനെ സംബന്ധിച്ച് ഇനി വലിയ ആശങ്കകളുമില്ല. മുന്നണി മാറ്റമോ സമസ്തയിലെ ഭിന്നതയോ കുറച്ചു കാലത്തെങ്കിലും ലീഗിനെ വേട്ടയാടില്ല. കാരണം മലപ്പുറത്തെയും പൊന്നാനിയിലെയും വലിയ വിജയങ്ങൾ ലീഗ് നേരിട്ട പ്രതിസന്ധിക്ക് ഒരു വലിയ മറുപടി നൽകുന്നതാണ്. മലപ്പുറത്തുനിന്നും CB അനുമോദ്, ന്യൂസ് 18. ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കുന്നു. എന്താണല്ലോ നമ്മൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിലേക്കൊക്കെ എത്തി. ഇനി ആര് സർക്കാർ രൂപീകരണത്തിലേക്ക് എത്തുമെന്നുള്ള കാത്തിരിപ്പാണ്. ഇനി രാഷ്ട്രീയ ചർച്ചകൾ എന്തൊക്കെ ഡൽഹിയിൽ നടക്കുന്നു എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ അതിനിർണായകമാണ് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും രണ്ട് മുന്നണികളിലും. അപ്പോൾ നമുക്ക് ഈ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.